കോമ്പറ്റേറ്റീവ് സോളിലേക്ക് സ്വാഗതം. ഇന്ന് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഭാഗത്ത് പാഠം എ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പാഠത്തിലേക്ക് കടക്കാം. പാഠം എ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ. ആദ്യം തന്നെ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തെ കുറച്ച് പോയിന്റുകളാണ് പറയുന്നത്. മെസപ്പൊട്ടോമിയൻ സംസ്കാരം എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിലനിന്നിരുന്നൊരു സംസ്കാരമാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം. ഇന്നത്തെ ഇറാഖിലാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം ഉണ്ടായിരുന്നത്. മെസപ്പൊട്ടോമിയ എന്നതിൻ്റെ അർത്ഥം വരുന്നത് 2 നദികൾക്കിടയിലുള്ള പ്രദേശം. നദികൾ ഏതൊക്കെയാണ്? യൂഫ്രട്ടീസ് നദിയും ടൈഗ്രീസ് നദിയും. യൂഫ്രട്ടീസ് നദിക്കും ടൈഗ്രീസ് നദികൾക്കും ഇടയിലാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്നത്. ഇന്നത്തെ ഇറാഖിലാണ്. ദെൻ ഗതാഗതമാണ് നമ്മുടെ വിഷയം. മെസപ്പൊട്ടോമിയൻ സംസ്കാരകാലത്ത് ചക്രം യൂസ് ചെയ്തതിനായുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഗതാഗത സൗകര്യങ്ങൾക്ക് വേണ്ടി മെസപ്പൊട്ടോമിയൻ സംസ്കാരകാലത്ത് തന്നെ ചക്രങ്ങൾ യൂസ് ചെയ്തു വന്നിരുന്നു. ഗതാഗത മാർഗങ്ങൾ ഇതറിയുന്ന കാര്യമാണ്. ഏതൊക്കെ തരത്തിലുണ്ട്? കരഗതാഗതമുണ്ട്, ജലഗതാഗതമുണ്ട്, വ്യോമഗതാഗതമുണ്ട്. കരയിലൂടെ കരഗതാഗതം, അതിൻ്റെ ഉദാഹരണങ്ങളാണ് റോഡ്, റെയിൽ. ജലഗതാഗതം വെള്ളത്തിലൂടെയുള്ള ഉൾനാടൻ ഗതാഗതവും സമുദ്രഗതാഗതവും ഇതിനുദാഹരണമാണ്. ദെൻ വ്യോമഗതാഗതം എയറിലൂടെയുള്ള ഗതാഗതമാണ്. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും വ്യോമഗതാഗതങ്ങളുണ്ട്. ദേശീയം പറഞ്ഞാൽ ഒരു രാജ്യത്തിനകത്തുള്ള വ്യോമഗതാഗതവും അന്തർദേശീയം പറഞ്ഞാൽ മറ്റു രാജ്യങ്ങളിലേക്കും അവിടെ നിന്ന് ഈ രാജ്യത്തേക്കുള്ള ഗതാഗതത്തെ അന്തർദേശീയ വ്യോമഗതാഗതം എന്ന് പറയും. ഇവിടെ നമുക്ക് അറിയാത്തതായിട്ട് വരുന്നത്, കൺഫ്യൂഷന് വരുന്ന കാര്യം ഉൾനാടൻ ഗതാഗതമാണ്. ഉൾനാടൻ ഗതാഗതം എന്തിനു ഉദാഹരണമാണ്? ജലഗതാഗതത്തിന് ഉദാഹരണമാണ്. ദെൻ മക് ആദം റോഡ്. ഇന്ന് കാണുന്ന ആധുനിക റോഡിന് ടാർ ചെയ്ത ഇന്ന് കാണുന്ന ആധുനിക റോഡിന് തുടക്കം കുറിച്ചതാരാണ്? മക് ആദം, സ്കോട്ടിഷ്കാരനായ മക് ആദമാണ്. 1820 ഇയാൾ ആദ്യമായിട്ട് ഒരു ആധുനിക റോഡിന് തുടക്കം കുറിക്കുന്നത്. മക് ആദം, അതുകൊണ്ട് തന്നെ ഈ റോഡിന് മക് ആദം റോഡ് എന്ന് പറയും. 1820 മക് ആദം സ്കോട്ടിഷ്കാരനാണ്, ആധുനിക റോഡിന് തുടക്കം കുറിച്ചു. ദെൻ ഇന്ത്യയിലെ പ്രധാന ഹൈവേകൾ. ഒന്നാമത്തത് സുവർണ ചതുഷ്കോണം. സുവർണ ചതുഷ്കോണം ഇന്ത്യയുടെ 4 ദിക്കുകളിലെയും പ്രധാന വ്യാവസായിക സാംസ്കാരികമായിട്ടുള്ള പ്രധാന തലസ്ഥാനങ്ങളായ ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ ഈ 4 സ്ഥലങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഹൈവേ ആണ് സുവർണ ചതുഷ്കോണം. ഏതൊക്കെ ബന്ധിപ്പിക്കുന്നു? ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ. 12 സംസ്ഥാനങ്ങളിലൂടെ ഈ ഹൈവേ കടന്നു പോകുന്നുണ്ട്. ഒന്നാമത്തത് സുവർണ ചതുഷ്കോണം ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ ഇവയെ ബന്ധിപ്പിക്കുന്നു. 12 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നു. രണ്ടാമത്തത് വടക്ക് തെക്ക് ഇടനാഴി. വടക്കുള്ള ശ്രീനഗറിനെയും തെക്കുള്ള കന്യാകുമാരിനെയും ബന്ധിപ്പിക്കുന്ന ഹൈവേ ആണ് വടക്ക് തെക്ക് ഇടനാഴി. വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറും കന്യാകുമാരിയും. കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി. കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി കിഴക്കുള്ള സിൽച്ചാറിനെയും പടിഞ്ഞാറുള്ള പോർബന്തറിനെയും ബന്ധിപ്പിക്കുന്നു. കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി സിൽച്ചാറ്, പോർബന്തർ. ഇന്ത്യയിലെ റോഡുകളെ 4ആയിട്ട് തിരിക്കാം. ദേശീയപാത, സംസ്ഥാനപാത, ജില്ലാ ഹൈവേ, ഗ്രാമീണ പാത. 4 തരത്തിലാണ് റോഡുകൾ വരുന്നത്. ദേശീയപാതയുടെ പരിപാലനവും നിർമ്മാണമൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? കേന്ദ്ര സർക്കാരിൻ്റെ ഡ്യൂട്ടിയാണ്. സംസ്ഥാന പാതയുടേതോ? സംസ്ഥാന സർക്കാരിൻ്റെത്. ജില്ലാ ഹൈവേ വരുമ്പോൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ പരിപാലനത്തിലാണ് വരുന്നത്. ഗ്രാമീണ പാതകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലും വരും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ ഡിസ്കസ് ചെയ്തു. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇവർക്കൊക്കെ കീഴിലാണ് ഗ്രാമീണ പാതകൾ വരുന്നത്. ദെൻ റെയിൽ ഗതാഗതം, റെയിൽവേ. റെയിൽ ഗതാഗതം തുടക്കം കുറിച്ചത് എവിടെയാണ്? ബ്രിട്ടനിലാണ് റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിക്കുന്നത്. അന്നത്തെ ട്രെയിൻ എന്ന് പറയുന്നത് ലോക്കോമോട്ടീവ് തീവണ്ടിയാണ്. കൽക്കരി യൂസ് ചെയ്ത് പോകുന്ന തീവണ്ടിനെയാണ് ലോക്കോമോട്ടീവ് തീവണ്ടി എന്ന് പറയുന്നത്. ബ്രിട്ടനിലാണ് തുടക്കം കുറിക്കുന്നത്.
ആരാണ് തുടക്കം കുറിച്ചത്? ജോർജ് സ്റ്റീഫൻസൺ. 1825 ഈ ട്രെയിന് ആദ്യമായിട്ട് സഞ്ചരിച്ച പാത എന്ന് പറയുന്നത് റെയിൽപാത ഏതായിരുന്നു? സ്റ്റോക്ടൺ മുതൽ ഡാർലിംഗ്ടൺ വരെ. അപ്പോൾ ഈ ലോകത്തെ ആദ്യത്തെ റെയിൽ ഗതാഗതമാണ് പറയുന്നത് 1825 ജോർജ് സ്റ്റീഫൻസൺ ആണ് കൊണ്ടുവന്നത്. ലോക്കോമോട്ടീവ് തീവണ്ടിയായിരുന്നു, അതായത് കൽക്കരി യൂസ് ചെയ്യുന്ന തീവണ്ടിയാണ്. ബ്രിട്ടനിൽ എവിടെ മുതൽ എവിടെ വരെ? സ്റ്റോക്ടൺ മുതൽ ഡാർലിംഗ്ടൺ വരെ റെയിൽവേ പാത ഉണ്ടായിരുന്നു. റെയിൽ ഗതാഗതം തുടക്കം ബ്രിട്ടൻ. ലോക്കോമോട്ടീവ് തീവണ്ടി കൽക്കരി 1825 ജോർജ് സ്റ്റീഫൻസൺ. റെയിൽപാത സ്റ്റോക്ടൺ മുതൽ ഡാർലിംഗ്ടൺ വരെ. ഇനി ആദ്യ റെയിൽവേ. ഇന്ത്യയിലെ ആദ്യ റെയിൽവേ ഏതാണ്? 1853 ബോംബെ മുതൽ താനെ വരെയാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ട്രെയിൻ ഗതാഗതം വരുന്നത്. ബോംബെ മുതൽ താനെ വരെ 1853. കേരളത്തിലേക്ക് വരുമ്പോൾ 1861 കേരളത്തിൽ ട്രെയിൻ വരുന്നത്. ബേപ്പൂർ മുതൽ തിരൂർ വരെയായിരുന്നു റെയിൽപാത ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ 1853 ബോംബെ മുതൽ താനെ വരെ, കേരളത്തിൽ 1861 ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ പ്രത്യേകത എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. റെയിൽവേ ഇന്ത്യയിൽ മൾട്ടി ഗേജ് സിസ്റ്റമാണ്. 3 തരം ഗേജുകൾ റെയിൽവേ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. മൾട്ടി ഗേജ് സിസ്റ്റം 3 തരം ഗേജുകളാണ്: ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്, നാരോ ഗേജ്. അതായത് റെയിൽപാളങ്ങൾക്കിടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ബ്രോഡ് ഗേജ് ആകുമ്പോൾ 160 സെൻറ്റിമീറ്റർ, മീറ്റർ ഗേജ് 100 സെൻറ്റിമീറ്റർ, നാരോ ഗേജ് 70 സെൻറ്റിമീറ്റർ. ലോകത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. മൾട്ടി ഗേജ് സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. ബ്രോഡ് ഗേജ് അറിയുന്നത് 160 സെൻറ്റിമീറ്റർ ആണ്. മീറ്റർ ഗേജ് അറിയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. നാരോ ഗേജ് എന്ന് പറയുന്നത് 70 സെൻറ്റിമീറ്ററുമാണ്. ദെൻ ജലഗതാഗതം സിന്ധു നദീതട സംസ്കാര കാലത്ത് മെസപ്പൊട്ടേമിയൻ സംസ്കാര പോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. സിന്ധു നദീതട സംസ്കാരം ഇന്ത്യയിലൊക്കെ വ്യാപിച്ചിട്ടുണ്ടായിരുന്ന സംസ്കാരമാണ്. ഈ കാലത്ത് തന്നെ കപ്പൽ നിർമ്മാണശാലകളും അതുപോലെ പോർട്ടുകളൊക്കെ, പോർട്ട് എന്ന് പറയുന്നത് കപ്പൽ വരുന്ന തുറമുഖങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. സിന്ധു നദീതട കാലത്ത് ഒരു തുറമുഖം അല്ലെങ്കിൽ തുറമുഖവും കപ്പൽ നിർമ്മാണശാലയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് ലോത്തൽ. ലോത്തൽ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. സിന്ധു നദീതട സംസ്കാരം, കപ്പൽ നിർമ്മാണശാല ഉണ്ടായിരുന്നത് ലോത്തൽ, ഗുജറാത്തിൽ. കേരള ഉൾനാടൻ ജലഗതാഗതങ്ങൾ. കേരളത്തിലെ പ്രധാന ഉൾനാടൻ ജലഗതാഗതങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തത് NW3 നാഷണൽ വാട്ടർ ഹൈവേ. NW3 ജലഗതാഗതത്തിൻ്റെ പേരാണ് NW3. ഇത് എവിടെ മുതൽ എവിടെ വരെയാണ്? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ്. NW3 കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ. രണ്ടാമത്തത് കനോലി കനാൽ. പ്രധാന ഒരു ഉൾനാടൻ ജലഗതാഗതമാണ് കനോലി കനാൽ. കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയാണ് കനോലി കനാൽ. 1845 HV കനോലിയാണ് ഇത് നിർമ്മിക്കുന്നത്. കനോലി കനാൽ കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ 1845 HV കനോലിൻ്റെ നേതൃത്വത്തിലാണ് കനോലി കനാൽ നിർമ്മിക്കുന്നത്. മൂന്നാമത്തതാണ് പാർവതി പുത്തനാര്. വേളി മുതൽ കഠിനകുളം കായൽ, 2 കായലുകളെ ബന്ധിപ്പിക്കുന്ന ജലഗതാഗതമാണ് പാർവതി പുത്തനാര്. വേളി കായൽ മുതൽ കഠിനകുളം കായൽ വരെ. തിരുവനന്തപുരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മൂന്നാമത്തത് പാർവതി പുത്തനാര്, വേളി കായൽ മുതൽ കഠിനകുളം കായൽ വരെ തിരുവനന്തപുരത്ത്. ദെൻ വ്യോമഗതാഗതം. വ്യോമഗതാഗതത്തിൻ്റെ ആദ്യ പടിയായിരുന്നു എയർ ബലൂൺ നിർമ്മാണം. എയർ ബലൂണ് നിർമ്മിച്ചത് ആരാണ്? ജാക്വിസ് മോണ്ട് ഗോൾഫിയർ ആണ്. എയർ ബലൂൺ നിർമ്മിച്ചത് ജാക്വിസ് മോണ്ട് ഗോൾഫിയർ.
ആദ്യ വിമാനം കണ്ടെത്തിയത് അല്ലെങ്കിൽ ആദ്യമായി വിമാനം ഉണ്ടാക്കിയത് ആരാണ്? റൈറ്റ് സഹോദരന്മാരാണ്. നമുക്കറിയുന്നതാണ് ആദ്യ വിമാനത്തിൻ്റെ നിർമ്മാതാക്കൾ റൈറ്റ് സഹോദരന്മാരാണ്. 2 സഹോദരന്മാരാണ് ഇവർ. ആരൊക്കെയാണത്? ഓർവിൽ റൈറ്റും വിൽബർ റൈറ്റും. അമേരിക്കക്കാരായിരുന്നു. 1903 ഡിസംബർ 17 ഇവർ വിമാനം നിർമ്മിക്കുന്നത്. ആ വിമാനത്തിൻ്റെ പേരായിരുന്നു ഫ്ലയർ 1. അപ്പോൾ ആദ്യ വിമാനം നിർമ്മിക്കുന്നത് റൈറ്റ് സഹോദരന്മാർ, ഓർവിൽ റൈറ്റും വിൽബർ റൈറ്റും. അമേരിക്കക്കാരായിരുന്നു ഇവർ. 1903 ഡിസംബർ 17 ആദ്യമായിട്ട് വിമാനം നിർമ്മിക്കുന്നത്. ആ വിമാനത്തിൻ്റെ പേര് ഫ്ലയർ 1. ഇന്ത്യയിലെ വ്യോമഗതാഗതം. ഇന്ത്യയിലെ ആദ്യ വിമാനയാത്ര നടക്കുന്നത് 1911 അലഹബാദ് മുതൽ നൈനി വരെയാണ്. ഇന്ത്യയിലെ ആദ്യ വിമാനയാത്ര നടക്കുന്നത് 1911 അലഹബാദ് മുതൽ നൈനി വരെ. ദെൻ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത വർഷം 1912 ആദ്യമായിട്ടുള്ള അന്താരാഷ്ട്ര സർവീസ്, അതായത് മറ്റൊരു രാജ്യത്തേക്കുള്ള സർവീസ് തുടങ്ങി ലണ്ടൻ തൊട്ട് കറാച്ചി വരെ. ആദ്യ ഇന്ത്യൻ വിമാന കമ്പനി ഏതാണ്? ആദ്യ ഇന്ത്യൻ വിമാന കമ്പനി ടാറ്റയാണ്. 1932 തുടങ്ങുന്നത്. ഇവരുടെ ആദ്യ യാത്ര കറാച്ചി മുതൽ മുംബൈ വരെയായിരുന്നു. ആദ്യ എയർപോർട്ട് മുംബൈയിലെ ജുഹു ആണ്. അപ്പോൾ ഇന്ത്യയിലെ വ്യോമഗതാഗതത്തിലെ പ്രധാന പോയിന്റ്സ് ആണ്. ഇന്ത്യയിലെ ആദ്യ വിമാനയാത്ര എന്ന് പറയുന്നത് 1911 അലഹബാദ് മുതൽ നൈനി വരെ. അന്താരാഷ്ട്ര സർവീസ് തുടങ്ങുന്നത് 1912 ലണ്ടൻ മുതൽ കറാച്ചി വരെ. ഇന്ത്യയുടെ ആദ്യ ഇന്ത്യൻ വിമാന കമ്പനിയാണ് ടാറ്റ. 1932 കറാച്ചി മുതൽ മുംബൈ വരെയാണ് സർവീസ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ എയർപോർട്ട് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ എയർപോർട്ട് മുംബൈയിലാണ്, ജുഹു എയർപോർട്ട്. കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ. കേരളത്തിൽ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണുള്ളത്. തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ട്, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്, കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട്, കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ മലപ്പുറത്താണ്. തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ട് തിരുവനന്തപുരം, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് കൊച്ചി എറണാകുളം, കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് കണ്ണൂർ, കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട് കോഴിക്കോടല്ല മലപ്പുറം. ഓക്കെ. ദെൻ ആശയവിനിമയം. ഗതാഗതം തീർന്നു. ഇനി ആശയവിനിമയം. ആദ്യമായിട്ട് എഴുത്തുവിദ്യ തുടങ്ങുന്നത് ആരാണ്? സുമേറിയക്കാരാണ് ആദ്യ എഴുത്തുവിദ്യ തുടങ്ങുന്നത്. അതുവരെ സംസാര ഭാഷയിലുണ്ടായിരുന്നത് ലിപിയില്ലായിരുന്നു. ലിപി ആദ്യമായിട്ട് തുടങ്ങുന്നത്. ആദ്യമായിട്ട് എഴുത്തുവിദ്യ സംസാരിക്കുന്നത് എഴുത്തുവിദ്യയിലൂടെ കൊണ്ടുവന്നത് ആരാണ്? ആദ്യമായിട്ട് സുമേറിയക്കാരാണ്. ഇവരുടെ ലിപി ഏതായിരുന്നു? ക്യൂണിഫോം ലിപിയായിരുന്നു. സുമേറിയക്കാരുടെ ലിപി ഏതായിരുന്നു? ക്യൂണിഫോം ലിപി. അവിടെ വേറൊരു പോയിന്റ്, ഈജിപ്തുകാരുടെ ലിപി ഏതായിരുന്നു? ഹൈറോഗ്ലിഫിക്സ്. അപ്പോൾ സുമേറിയക്കാരുടേത് ക്യൂണിഫോമും ഈജിപ്തുകാരുടേത് ഹൈറോഗ്ലിഫിക്സുമാണ്. ദെൻ അച്ചടി വിദ്യ. എഴുത്തുനിന്ന് മാറിയിട്ട് അച്ചടിയിലേക്ക് വരുന്നത് ആദ്യമായിട്ട് എവിടെയാണ്? ചൈനയിലാണ് അച്ചടി യന്ത്രം കണ്ടെത്തിയത്. ആദ്യം ഒരു അച്ചടി യന്ത്രം കണ്ടെത്തുന്നത് ഗുട്ടൻബർഗാണ്. പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യ പുസ്തകം ഏതാണ്? സംക്ഷേപ വേദാർത്ഥമാണ്. അപ്പം അച്ചടി വിദ്യയുമായി ബന്ധപ്പെട്ട ചില പോയിന്റ്സുകളാണ്. ആദ്യമായിട്ട് വരുന്നത് ചൈനയിലാണ് അച്ചടി യന്ത്രം കണ്ടെത്തുന്നത് ഗുട്ടൻബർഗാണ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ, പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം. ദെൻ ആശയവിനിമയ രീതികൾ. ആശയവിനിമയ രീതികളെ രണ്ടായിട്ട് തിരിക്കാം. വ്യക്തിഗത ആശയവിനിമയവും ബഹുജന ആശയവിനിമയവും. വ്യക്തിഗത ആശയവിനിമയം എന്ന് പറയുമ്പോൾ ആശയം നൽകുന്ന ഒരാളും അത് എത്തുന്നത് ഒരാളിലേക്കായിരിക്കും. അതായത് 2 വ്യക്തികൾ തമ്മിലുള്ള ആശയവിനിമയത്തെയാണ് വ്യക്തിഗത ആശയവിനിമയം എന്ന് പറയുന്നത്. ബഹുജന ആശയവിനിമയം എന്ന് പറയുമ്പോൾ ഒരാൾ ആശയം കൈമാറുന്ന ആളുടെ അടുത്തു നിന്ന് ഒരേ സമയം ഒരുപാട് പേരിലേക്ക് ആ ആശയം എത്തുന്നു. അങ്ങനെയാവുമ്പോൾ അത് ബഹുജന ആശയവിനിമയമാണ്. ഇതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കുമ്പോൾ നമുക്ക്
മനസ്സിലാവും. വ്യക്തിഗത ആശയവിനിമയം എന്ന് പറയുമ്പോൾ ഇൻലൻഡ്, അതായത് കത്തിടപാട്. ടെലഫോണിൽ എന്താണ്, വ്യക്തികൾ തമ്മിലാണ്. ടെലഗ്രാഫ്, ഫാക്സ് മെഷീന്, ഫാക്സ് ഒക്കെ എന്താണ്, ഒരൊറ്റൊരാൾക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്ന എന്താണ് ഫാക്സ്. ഇൻ്റർനെറ്റ്, ഇമെയില്, മൊബൈല്. അപ്പോൾ വ്യക്തിഗത ആശയവിനിമയത്തിൻ്റെ ഉദാഹരണങ്ങളാണ് ഇൻലൻഡ്, ടെലഫോണ്, ടെലഗ്രാഫ്, ഫാക്സ് മെഷീൻ, ഇൻ്റർനെറ്റ്, ഇമെയില്, മൊബൈല്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇൻ്റർനെറ്റ്, ഇമെയിൽ ഇതൊക്കെ നമുക്ക് ബഹുജനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് അല്ലേ. അതുപോലെ മൊബൈലും എന്താണ്, മൊബൈലിലൂടെ ഒരു സമയത്ത് തന്നെ ഒരുപാട് ആളുകളിലേക്ക് നമ്മൾ ആശയം എത്തിക്കുന്നുണ്ട്. പക്ഷെ പാഠപുസ്തകത്തിൽ ഇതൊക്കെ എന്താണ്, എന്തിൻ്റെ ഉദാഹരണങ്ങളായിട്ടാണ് വരുന്നത്, വ്യക്തിഗത ആശയവിനിമയത്തിൻ്റെതാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ ബേസ് ചെയ്യുന്നത്. ഈ ഉദാഹരണങ്ങളൊക്കെ എന്തിൻ്റെതാണ്, അപ്പോൾ വ്യക്തിഗത ആശയവിനിമയത്തിൻ്റെതാണ്. ബഹുജന ആശയവിനിമയത്തിന് ഉദാഹരണങ്ങൾ തരുന്നത് പത്രം എന്താണ്, ഒരേ സമയം ഒരുപാട് പേരിലേക്കാണ് ആ പത്രം എത്തുന്നത്. അതുപോലെ റേഡിയോ, ടെലിവിഷൻ, സെമിനാർ, പൊതുയോഗം, തെരുവ് നാടകം ഇതൊക്കെയാണ് ബഹുജന ആശയവിനിമയത്തിൻ്റെ ഉദാഹരണങ്ങൾ. പത്രം, റേഡിയോ, ടെലിവിഷൻ, സെമിനാർ, പൊതുയോഗം, തെരുവ് നാടകം. ദെൻ ഇൻ്റർനെറ്റ് അധിഷ്ഠിത സാങ്കേതിക വിദ്യകളാണ്. ഇൻ്റർനെറ്റ് അധിഷ്ഠിത ചിലത് മാത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. സാങ്കേതിക വിദ്യകൾ ടെക്സ്റ്റ് ബുക്കിൽ തന്ന 4 ഞാൻ ഈ തന്നിട്ടുള്ളത്. വീഡിയോ കോൺഫറൻസ്, നമുക്കറിയാം വീഡിയോ കോളിങ്. ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ആയിട്ടുള്ള ബിസിനസ്. അതുപോലെ നമ്മൾ ഓൺലൈനിലൂടെ പർച്ചേസിങ് ഇതൊക്കെയാണ് ഇ കൊമേഴ്സിൽ വരുന്നത്. ദെൻ ഇമെയിൽ, ഡിജിറ്റലായിട്ട് കത്തിടപാട് നടത്തുന്നതിനാണ് ഇമെയിൽ എന്ന് പറയുന്നത്. ടെലിമെഡിസിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ്റർനെറ്റിലൂടെ അല്ലെങ്കിൽ ഡിജിറ്റലായിട്ട് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുന്നതിനെയാണ് ടെലിമെഡിസിൻ എന്ന് പറയുന്നത്. താങ്ക് യു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ പാഠഭാഗത്ത് വരുന്നത്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പാഠഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.